ഹായ് എവ്രി വൺ, ഇന്ന് ഞങ്ങളുടെ അനുമോളുടെ കല്യാണ വ്ളോഗാണ് കേട്ടോ. ഓരോരുത്തരും കല്യാണം കൂടുമ്പോൾ ഓരോതരം എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതെൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോ. പള്ളിമുറ്റത്ത് ഞങ്ങളിങ്ങനെ കാറിൽ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. എൻ്റെ കസിൻസിൽ ആരെങ്കിലും ഒന്ന് വന്നിട്ട് വേണം എനിക്ക് പുറത്തിറങ്ങാൻ. കാരണം എൻ്റെ സാരി എങ്ങനെയുണ്ട് എന്നും ഉടുത്തിരിക്കുന്നത് അത്യാവശ്യം വൃത്തിയായിട്ടാണോ എന്നും എനിക്കൊന്ന് അഭിപ്രായം അറിയണം. അങ്ങനെ അനുമോൾ വന്നു. അവർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, തലേ ദിവസം തന്നെ വന്നിരുന്നു, ഞങ്ങളും വന്നിരുന്നു. അപ്പോഴാണ് ഈ പള്ളി ഞാൻ ശ്രദ്ധിച്ചത്. നല്ല മനോഹരമായ ഒരു കൺസ്ട്രക്ഷനാണ് കേട്ടോ. പിന്നീട് ഞാൻ അറിഞ്ഞു ഇത് ബെൽജിയം കൺട്രിയിൽ നിന്ന് വന്ന ആൾക്കാർ പണിത അതിപുരാതനമായൊരു പള്ളിയാണ് കേട്ടോ. ഇനി ഇതാ കാണുന്ന ആ പള്ളിയുടെ നേരെ അപ്പുറത്ത് കാണുന്ന ആ കൺവെൻഷൻ സെൻറ്ററിലാണ് നമ്മുടെ റിസപ്ഷൻ. അങ്ങനെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതും കൂടി ഞാൻ കണ്ടു. അതാ കാറിൽ അനുമോളുണ്ട്, പക്ഷേ ഇപ്പം അങ്ങോട്ട് പോകണ്ട. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ അനിയത്തി. രണ്ടുപേരും സുന്ദരിമാരായിട്ടുണ്ട് കേട്ടോ എന്ന്. ഇനി കുറച്ച് ജാടയായിട്ട് നിൽക്കുന്നത് ഇതാണ് എൻ്റെ മറിയക്കുട്ടി. ഹൗസ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് തൊമ്മൂട്ടൻ. അപ്പനെ കണ്ടതും ചാടി കയറി എൻ്റെ ഹൗസ് കുഞ്ഞ്. ഇനി കാറിൻ്റെ അടുത്ത് കൊടുത്താൽ നടന്നു വരുന്നതാണ് അനുമോളുടെ ആൻറ്റി. ഇനി ചെറുക്കനും വന്നു. പെണ്ണും ചെറുക്കനും ഒക്കെ കാറിൽ നിന്ന് ഇറങ്ങുമ്പം കുറേ ചടങ്ങുകളുണ്ടല്ലോ. അങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരങ്ങനെ പതുക്കെ കാറിൽ നിന്ന് ഇറങ്ങി. സുഹൃത്തുക്കളെ ഇറങ്ങി. പള്ളിയുടെ അകം കണ്ട് ഞാൻ ആകെ ഞെട്ടി. ഇതൊക്കെ അടുത്ത് ചെന്ന് നല്ല വൃത്തിക്ക് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും പള്ളിയിലെ കൊച്ചച്ഛൻ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് നിർത്തി. ഇനി ഇടയ്ക്ക് പ്രസംഗത്തിൻ്റെ സമയത്ത് ഹൗസ് പള്ളിയിൽ നിന്ന് ചാടി. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വന്ന് കസിൻസിൻ്റെ കൂടത്തിൽ നിന്നു. ആ കൂടത്തിൽ ഇങ്ങനെ സ്റ്റൈലായിട്ട് നടന്നു ഇങ്ങനെ പോരുകയാണ്, വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പോഴാണ് അത് ഹൗസ് എൻ്റെ പോളുകുട്ടനെ പിടിച്ച് മാന്തുന്നു, പിച്ചുന്നു. രക്ഷിക്കണേ, ഞാൻ എന്താ രക്ഷിക്കാൻ വന്നു. ചേച്ചി കുർബാന കണ്ടു, ഞാൻ ഹൗസിനെ നോക്കിക്കോളാം എന്ന അന്നക്കുട്ടിയുടെ വാക്ക് കേട്ട്, എൻ്റെ അനിയത്തിയുടെ വാക്ക് കേട്ട് ഞാൻ ധൈര്യമായിട്ട് പള്ളിയിലേക്ക് കയറിപ്പോയി. അപ്പോഴവരെടുത്ത ഫോട്ടോ ഒക്കെയാണ് കേട്ടോ ഇത്. പിന്നെ കുർബാനയ്ക്ക് ശേഷം ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വീടിന് പള്ളിക്കകത്ത് കയറി. അപ്പോഴാണ് ആ മാതാവിൻ്റെ രൂപമൊക്കെ ഞാൻ അടുത്ത് പോയി കാണുന്നത്. എന്ത് രസമായിരിക്കുന്നു മാതാവിനെയൊക്കെ കാണാനായിട്ട്. പഴയ ഒരു ആൻറ്റിക് ടച്ച് എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമർപ്പിച്ചിട്ട് ഞാൻ അവിടെ നോക്കിയപ്പോഴാണ് അവിടുത്തെ 2 ദേവദാസന്മാരായിട്ടുള്ള 2 പേരുണ്ട്. അവരുടെ അടുത്തും പ്രത്യേകം എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം അവിടെ ഒരു കുരിശ്, മാതാവ്, ഇവരുടെയൊക്കെ മുഖത്തെ ആ ഒരു വ്യാകുലത കാണുമ്പോൾ ശരിക്കും നമുക്കും കൂടെ ഒരു വിഷമം വരും. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് മാലയുമായി നിൽക്കുന്ന മറിയക്കുട്ടി. വെൽക്കം ജ്യൂസെല്ലാം ചേട്ടായിയും അനിയനും കുടിക്കുന്ന ദുഃഖത്തിൽ ചിരിക്കുക പോലും ചെയ്യാതെ ഫോട്ടോഗ്രാഫർമാരെ നോക്കി പേടിപ്പിക്കുന്ന മറിയക്കുട്ടിയുടെ മുന്നിൽ അങ്ങനെ ഫോട്ടോഗ്രാഫർമാർ തോറ്റ് പിന്മാറി. ചിരിക്കുമോളെ എന്ന് പറഞ്ഞ് എൻ്റെ അനിയത്തി അവളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അതിലൊന്നും വഴങ്ങിയില്ല. വെൽക്കം ഡ്രിങ്ക് കിട്ടാത്തതിൻ്റെ പ്രതിഷേധത്തിൽ ആ മാലയിട്ട് അവൾ അതങ്ങ് ആശയടക്കി. ഇനി നമുക്ക് നമ്മുടെ റിസപ്ഷനിലേക്ക് പോകാം. And we have ഒരു ഗ്യാപ്പ് കണ്ടപ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാമെന്ന് പറയുന്ന അപ്പൻ. ഇങ്ങനെ വേഗം പോകാൻ വേണ്ടിയിട്ടുള്ള അടുത്ത നമ്പറാണിതെന്ന് എനിക്കറിയാം. ഈ കല്യാണം കൂടാൻ വന്ന വേഗം പോകണ്ടാത്തതായിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ കാണുള്ളൂ.
നമ്മുടെ ഡെസേർട്ട് കൗണ്ടർ പുറത്തായിരുന്നു കേട്ടോ. അതെന്തായാലും നല്ലതായി. ഈ വെയിലൊക്കെ കൊണ്ട് ഈ തണുത്ത് ഇരിക്കുന്ന ഡെസേർട്ട് കഴിക്കുന്ന ഒരു പ്രത്യേക സുഖം. അങ്ങനെ അവിടെ സ്റ്റെപ്പയിൽ ഇരുന്നൊക്കെ ഞങ്ങൾ പതുക്കെ കഴിച്ചു തുടങ്ങി. കേക്കും ഐസ്ക്രീമും പുഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മാറി മാറി എടുക്കുക, പിള്ളേരുടെ പേരും പറഞ്ഞ് വീണ്ടും എടുക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഹോബി. എഴുന്നേറ്റിരിക്കുമ്പോൾ ഫുൾ ടൈം എനർജി, ഉറങ്ങിക്കഴിയുമ്പോൾ പാവം ഉറങ്ങണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന കുട്ടികളിൽ പെട്ട ഒരാളാണ് ഔസു. എല്ലാവരും കണ്ടല്ലോ, ഔസു ഉറങ്ങി. ഇനിയാണ് ഞങ്ങൾ കസിൻസും ആൻറ്റിമാരും ഒക്കെ സമാധാനമായിട്ട് ശ്വാസം വിട്ട് അവരുടെ കൂട്ടത്തിലിരുന്ന് ഞാനൊന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇവൻ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ ഇവൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. ഏതായാലും ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ സാരിയൊക്കെ കൊടുത്ത് വന്നതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചും മറിഞ്ഞും തിരിച്ചും ഒക്കെ ഫോട്ടോ എടുത്തു. ഏത് ബാക്ക്ഗ്രൗണ്ടാണ് കൂടുതൽ ബെറ്റർ എന്ന് നോക്കി എടുത്തു. അങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു, അവരുടെ കൂടെ എടുത്തു. ഞങ്ങളങ്ങനെ ഇങ്ങനെയാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ. എന്ത് ചെയ്യാനാ, കസിൻസിനെയൊക്കെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒപ്പം വൈബുള്ള നല്ല കസിൻസ് ആണെങ്കിൽ നമുക്ക് നല്ല രസമല്ലേ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഈ ഒരു കല്യാണം മാത്രമല്ല, എല്ലാ കല്യാണങ്ങളും ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഒരു കല്യാണം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അത് ഇതുപോലെ ലോങ് വീഡിയോ എടുത്തില്ല. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അതൊന്ന് ലോങ് വീഡിയോ എടുക്കാമായിരുന്നു എന്ന്. ഇതൊക്കെ നല്ല മെമ്മറീസ് അല്ലേ, എത്ര വർഷം കഴിഞ്ഞാലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും. കസിൻസൊക്കെ ഇപ്പം അടുത്ത് പോലും ഇല്ല, എല്ലാവരും വല്ലപ്പോഴും അല്ലേ ഒരുമിച്ച് കൂടുന്നതിന്. എന്ത് രസമായിരുന്നു പഴയ ഞങ്ങളുടെ കുട്ടിക്കാലം, ഓർമ്മകൾ പറഞ്ഞു തീരില്ല. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കല്യാണ ദിവസത്തെ മറ്റ് വിശേഷങ്ങളൊന്നും ഇതുവരെ പങ്കുവച്ചിട്ടില്ല. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.